തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരാൻ പോകുന്നു എന്നാണ് ഡോക്ടർ പി കെ ഗോപൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. രാഹുൽ ഈശ്വർ പറഞ്ഞത് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടിയല്ല ഈ അറസ്റ്റ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രിക്കെതിരെ 3 കുറ്റങ്ങളാണ്. ഒന്ന് ഒത്താശ, മൗനാനുവാദം, ഗൂഢാലോചന. ഇത് മൂന്നെണ്ണമാണ് ഇപ്പം. അതുവഴി 1, 9, 10 പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കാൻ കാരണക്കാരനായി. ഇതാണ് തന്ത്രിയുടെ പേരിലെ കുറ്റം. ഇനി ഞാൻ പി കെ ഗോപൻ ഉൾപ്പെടെയുള്ള CPM-കാരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള, ഈ ക്ഷേത്രക്കൊള്ള പുറത്തു വരുന്നത് ഈ വർഷം, അതായത് 2025 ഈ എന്താ പറയുക, ഈ വസ്തുക്കൾ വീണ്ടും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്ത് അത് വീണ്ടും അതിൻ്റെ സ്വർണം പൂശലോ പഴയ കലാപരിപാടി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി എടുത്തു കൊടുത്ത സമയത്ത് പത്തനംതിട്ട ജില്ലാ ജഡ്ജി, സ്പെഷ്യൽ കമ്മീഷണർ ഇതെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അത് ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത് എന്ന് ചോദ്യം ചെയ്ത് അത് ഗുരുതരമായൊരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഇത് കേസാവുന്നത്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം വാറണ്ടി നഷ്ടമാവും. അയ്യപ്പൻ്റെ സ്വത്തിൻ്റെ വാറണ്ടി ഉണ്ണികൃഷ്ണ പോറ്റീൻ്റെ പേരിലാണ്. ഇങ്ങനെയാണ് ഇത് പുറത്തു വന്നത്. അല്ലാതെ നിങ്ങളവിടെ പറഞ്ഞയച്ച പഴയ പ്രസിഡൻറ്റോ പുതിയ പ്രസിഡൻറ്റോ പഴയ മെമ്പർമാരോ പുതിയ മെമ്പർമാരോ നിങ്ങളുടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ദേവസ്വം ബോർഡിലെ മഹാനായ മന്ത്രിയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരോ വകുപ്പോ ഒന്നും കണ്ടെത്തിയതല്ല. ഇത് പത്തനംതിട്ടയിലെ സ്പെഷ്യൽ കമ്മീഷണർ, ജില്ലാ ജഡ്ജ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ക്ലിയറായി പറയണ്ട. പണ്ട് കൊച്ചിനെ നീഫ സിനിമയെ പണ്ട് കോംപ്ലിമെൻ്റായി ജനാർദ്ദനൻ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് കോംപ്ലിമെൻ്റ് അല്ല. ഇത് നിങ്ങൾ നടത്തിയ, നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ നടന്ന വലിയൊരു ക്ഷേത്രക്കൊള്ള, നിങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടെ ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും അറിഞ്ഞിരുന്നു. എല്ലാവരും മിണ്ടാതിരുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4.5 കിലോ കുറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമാക്കാമായിരുന്നു. അന്ന് പ്രശ്നമാക്കിയില്ല. വർഷങ്ങൾക്ക് ശേഷം അതേ വ്യക്തിക്ക് വാറണ്ടീൻ്റെ പേരിൽ വീണ്ടും എടുത്തു കൊടുത്തപ്പോൾ ജില്ലാ ജഡ്ജി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇത് കേസാവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വന്നിട്ട് സ്വയം വെളുപ്പിക്കാൻ നോക്കരുത്. ഇനി ഇത് ഇത്രയേറെ എത്തിയ സ്ഥിതിക്ക് ഇനി ഈ കേസുമായി മുന്നോട്ട് SIT പോകട്ടെ. SIT ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന SIT അവരെടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും നമ്മളാരും ചോദ്യം ചെയ്യില്ല. അവർ ശരിയായ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ ഈ കടലാസിൽ ഒപ്പിട്ട ശങ്കരദാസ് പുറത്തു നിൽക്കുകയാണ്. എങ്ങനെ ശങ്കരദാസ് ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്? സുപ്രീം കോടതി അമ്പലത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 4-5 ദിവസമായി. ഇന്നും അറസ്റ്റ് നടന്നിട്ടില്ല. ഇനി മുൻകൂർ ജാമ്യ അപേക്ഷ ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സെഷൻസ് കോടതിയിലും ഇവിടുത്തെ ഹൈക്കോടതിയിലും ഒക്കെ ഇത് കൊടുത്ത് തീരുമാനമാവുന്നവരെ കാത്തു നിൽക്കാനാണ് ഉദ്ദേശമെന്ന് അറിയില്ല. ഏതായാലും ആ മനുഷ്യനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ ഒപ്പിട്ട വ്യക്തിയാണ്. അതിൽ ഒപ്പിട്ട ബാക്കി 3 പേർ, ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി, പ്രായത്തിൻ്റെ ആനുകൂല്യം കിട്ടി, ബാക്കി 2 പേര് ജയിലിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുത. മാത്രവുമല്ല, ഇത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്, ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് BJP പറയുന്നത് ഇത് CBI അന്വേഷണം വേണമെന്ന്. കാരണം അന്തർ സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഇന്റർപോളിൻ്റെ മറ്റു സഹായം തേടി ഇത് വിദേശത്തേക്ക് കടത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൊണ്ടുവരാൻ CBIക്ക് സാധിക്കും. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതായത് ശ്രീപത്മനാഭൻ, അവിടെ ശങ്കർദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ആ വിവരം താങ്കൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു ആനുകൂല്യം കേരളത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ശരി, കോടതി ആനുകൂല്യം കൊടുക്കാറുണ്ട് ആരോഗ്യ കാരണങ്ങളാൽ അറസ്റ്റിൽ നിന്നും.
പോലീസ് അങ്ങനത്തെ ഒരു ആനുകൂല്യം കൊടുത്ത ഒരാളെ ഒന്ന് കാണിച്ചു തരുമോ? ശരി, ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ശരി, ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറെ കൊല്ലായി പണിയെടുക്കുന്നു. ശരി ശ്രീ പത്മനാഭൻ, ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.